ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കുറച്ച് നാളായി കിട്ടിയിട്ട്, പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. കുറെ ദിവസം ലാഗൊക്കെ വന്നു. എൻഗേജ്മെന്റിന്റെ കുറെ ലാഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് പനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, ചെന്നൈയിലൊന്ന് പോകണമായിരുന്നു ഒരു ചെക്കപ്പ്. ഒരു പനി വന്നിട്ട് 2 ആഴ്ച അത് ശരിക്കും കൊണ്ട് മാറിയിട്ടില്ല. പിന്നെ ഇനിയിപ്പോ ചേട്ടന്റെ കല്യാണത്തിന്റെ തിരക്ക് ഓൾറെഡി ഉണ്ട്. അതും കൂടെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര കുറവ്. പ്ലേ ബട്ടന്റെ വീഡിയോ ഇത്രയും താമസിച്ചത് അതുകൊണ്ടാണ്. സോ നമ്മള് ഈ പ്ലേ ബട്ടന്റെ വീഡിയോ നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഫസ്റ്റ് നമ്മൾ എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. 1,00,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ 4 പേര് മാത്രം കാണും അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. നമ്മൾ ഇത്രയും പേര് സ്നേഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒത്തിരി ടൈം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. 1,00,000 പടയെന്നും പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു 1,00,000 സബ് കയറിയത്. എന്തായാലും ഒത്തിരി സന്തോഷം. 1,30,000 ആണോ, 1,00,000 സംതിങ് സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച് ഗൈസ്. അതെ, പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരാണെങ്കിൽ പോലും നമ്മള് വീഡിയോ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അടി വന്നിട്ട് കമന്റ് ചെയ്യാം, എന്താ നിങ്ങൾ വീഡിയോ ഇടാത്തത്. നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, യൂട്യൂബിൽ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്താ നിങ്ങൾ ഇടാത്ത, എന്ത് പറ്റി എന്നൊക്കെയുള്ള തിരക്കുന്ന കുറെ പേരുണ്ട്. അവർക്കൊക്കെ സന്തോഷം. അല്ല അവൻ തിരിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയതാ. പിന്നെ അതിന് മുന്നേ പറഞ്ഞില്ല അവർക്കൊക്കെ സന്തോഷം. അല്ല, അങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഭയങ്കര എന്ത് പറയണ്ടേ അവരോട്. തെറിയല്ല, അവർക്ക് ഭയങ്കര അയ്യോ ഈ ഭയങ്കര വേണ്ട, നന്ദിയുണ്ട് എല്ലാവർക്കും. തിരക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ളവർ പോലും തിരക്കുന്നില്ല. അല്ല, ഇന്നലെ അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ഉച്ചയായതുകൊണ്ട് അമ്മ മീൻ വറക്കുന്നുണ്ട് അകത്ത്. മണമൊക്കെ അല്ല, അതിന്റെ ബന്ധമൊന്നുമില്ല. അപ്പൊ എനിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് തല കേട്ട് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആകും. നമ്മള് പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മള് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യും, എല്ലാരെയും കാണിക്കും, ഒരു കേക്ക് മുറിക്കാം, പിന്നെ ബാക്കി പരിപാടികൾ അവസാനം വരെ നിങ്ങൾ കാണും. അവസാനം വരെ നിങ്ങൾ കാണണം. അവസാനം കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സാകുന്നത് വലിയൊരു സംഭവമായിരിക്കും. അതെ, അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ. അതെ, വലിയൊരു സംഭവം. പ്ലേ ബട്ടൺ വലിയൊരു സംഭവമാണ്. അതിന്റെ വേറൊരു വലിയ സംഭവം. അതിന്റെ വലിയ സംഭവം അപ്പൊ അത് പ്രമാണിച്ച് നമ്മൾ പ്രമാണിച്ചു എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച് നമ്മൾ വലിയൊരു സെറ്റപ്പ് ഒക്കെ നോക്കുന്നുണ്ട്. സെറ്റപ്പിന് നോക്കുന്നുണ്ടെന്നോ? എന്റെ പൊന്നു പോളെ, ഞാനത് പറഞ്ഞോട്ടെ എന്റെ പൊന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ മറക്കേണ്ട മൊത്തം കാണാം. നമുക്ക് ഇനി കേക്ക് മുറിക്കുന്ന ഫംഗ്ഷനിലേക്ക് പോവാം. അല്ല, ഞാൻ കുറച്ച് പറയട്ടെ. ചേട്ടന്റെ കല്യാണം എനിക്ക് ഭയങ്കര വിഷമമാണ്. അവൻ എന്നെ വിട്ട് പോകുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ പൊടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ കിടക്കുന്നത്. അവൻ ഇനി എന്നെ കിടത്തത്തില്ലെന്ന് പറയുന്ന അവന്റെ റൂമില്. നിങ്ങൾ എല്ലാരും മെസ്സേജ് അയച്ച് ഇതിന് പ്രതികരിക്കണം. അനീഷേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. ഇന്നലെ പാവം വിഷമമുണ്ട് പാവത്തിന്. ഈ കല്യാണം സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾ നടത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ് അനീഷേട്ടൻ. ഇപ്പൊ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെന്നാ കേട്ടത്. എന്തുവാ ഡ്രസ്സ് നമ്മള് മേടിച്ചു കൊടുക്കണോന്ന് വെച്ചപ്പോ ഞാൻ ഡ്രസ്സേ ഇടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് അറിയത്തില്ല. പലതവണ ആത്മഹത്യാ ശ്രമം ചെയ്തെന്നൊക്കെയാ കേട്ടെ. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് അച്ഛനൊക്കെ എന്ത് ചെയ്യുന്ന.
എല്ലാരും ഇവിടൊക്കെ തന്നെ ഉണ്ട്. നമുക്കോ വീഡിയോ വരാൻ പറ്റത്തില്ല. ഇനിയിപ്പൊ അച്ഛൻ ഇപ്പൊ പുതിയ യൂട്യൂബ് ചാനൽ അച്ഛൻ ഒറ്റയ്ക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇനി കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് വരും. അപ്പൊ എല്ലാവർക്കും എന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടി അല്ലാതെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ എല്ലാരും ഹെൽപ്പ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഞങ്ങള് ഭയങ്കര ഉഴപ്പാന്ന് ഞങ്ങൾക്ക് അറിയാം. ഉഴപ്പൊക്കെ മാറ്റാൻ ഉഴപ്പ് ഇപ്പൊ അടുത്ത മാസം ഇനി ഞാന് ഹോസ്പിറ്റലിൽ പോകുന്ന വെല്ലൂര് പോവാണ്. നമ്മൾ അങ്ങോട്ട് ചോദിച്ചതാണ് ഇതേപോലെ ഫിസിയോതെറാപ്പി 1 മാസം അവിടെ ചെന്നിട്ട് നമുക്ക് റീഹാബായിട്ട് ചെയ്യാവുന്ന കാര്യം. പ്രോപ്പറായിട്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ചെയ്യുന്നില്ല, അവൻ ഭയങ്കര മടിയാ. അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പറഞ്ഞാണ്. അവര് നമ്മളെ നിർബന്ധിച്ചിട്ടൊന്നും ഇല്ല. അവര് പറഞ്ഞപ്പോ പറഞ്ഞു ഓക്കെ നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞാണ്. അങ്ങനെ അവിടെ പോയിട്ട് റീഹാബ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ലായിരിക്കും. യദുകൃഷ്ണൻ ഒന്നാമത് അവിടെ ചെല്ലുമ്പോ ഭയങ്കര ബിസിയാണ്. സിസ്റ്റേഴ്സിന്റെ ഒക്കെ അവിടെ ചെല്ലുമ്പോ കൃഷ്ണനാണ്. അതുകൊണ്ട് എന്നെ കൊണ്ടുവന്നില്ല ഗൈസ്. ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്റെ അതൊന്നും നടക്കത്തില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പം നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോ ഒരു പാക്കറ്റ് മുട്ടായി മേടിക്കും. നമ്മൾ എരമല്ലിക്കര മുട്ടായി മേടിക്കാൻ, നാരങ്ങ വെള്ളം കുടിക്കാൻ, മുട്ടായി മേടിക്കാൻ ഗൈസ്. മുട്ടായി എന്തിനാ മേടിക്കുന്നത് നമ്മൾ പറയാം ഗൈസ്. നമ്മൾ വെല്ലൂരൊക്കെ പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത വ്ലോഗായിരുന്നത്. അപ്പൊ തൊട്ട് പനിയായതാണ് ഗൈസ്. പനി മാറിയില്ല. അവിടെ മഴ പെയ്യുന്ന ഒരു നല്ല പൂങ്കോഴി, അതിനെ ചിക്കൻ കറി വെച്ച. നമ്മൾ നാരങ്ങ വെള്ളം വാങ്ങിക്കാനായിട്ട് കടയിൽ വന്നിരിക്കുകയാണ്. നാരങ്ങ വെള്ളവും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തോ മെലഡി ഉണ്ടോ? അപ്പം മെലഡി ഒരു പാക്കറ്റ് പറഞ്ഞു ഗൈസ്. അങ്ങനെ നമുക്ക് മെലഡി കിട്ടി ഗൈസ്. മെലഡി എന്തിനാന്ന് നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ നാരങ്ങളും കുടിച്ചു. ഇന്ന് പനി കൂടി എന്നെ വ്ലോഗ് എടുക്കാൻ അറിയാത്തതിന് ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താടി, എന്തിനാ നീ മെലഡി വാങ്ങിച്ചേ? മെലഡി വാങ്ങിച്ച എന്തിനാ? സർപ്രൈസ്. ഇത് എന്നത്തേനായിരിക്കും സർപ്രൈസ് കൊളാവുന്നത്? ഇപ്പൊ നീ തിന്നാനല്ലേ പൊട്ടിക്കുന്നേ? പിന്നെ ആൾക്കാർക്ക് വിതരണം ചെയ്യാൻ അങ്ങനെ സർപ്രൈസ് അല്ലേ ഗൈസ്? വലിയ മിഥുനം എന്നൊക്കെ പറഞ്ഞ എന്തു വേടി? ആ വലിയ മിഥുനം വന്നെത്തിയിരിക്കുന്നു. നമ്മുടെ 1,00,000 സബ്സ്ക്രൈബേഴ്സിന്റെ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇത്രയും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി താമസിക്കാതെ തന്നെ കിട്ടിയതാണ്. നമ്മളിത് നമ്മുടെ കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ദൈവം സഹായിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് പനിയും അവക്ക് പനിയും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും അങ്ങനെ മൊത്തത്തിൽ തിരക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമൊക്കെ ആയിട്ട് ഇവക്കാണെങ്കിൽ ഇപ്പോഴും പനിക്കൊന്നും ഒരു കുറവില്ല. പിന്നെ ഇത് നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്തതായത് കൊണ്ട് നമ്മൾ സത്യം പറയുന്നുണ്ട്. നമുക്ക് കാണാൻ ഒരു തല കൂടിയിട്ട് അതിന്റെ ഒരു സങ്കടമാണ്. വലിയ എന്തോ ലെറ്റർ ഉണ്ട്, വായിക്കൂ ചോദിക്കാച്ച്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. യുവർ 100ാമത്തേത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഓർ യുവർ 1000th സബ്സ്ക്രൈബർ 1000 നമുക്ക് ഓർമ്മയില്ല. 10,000 ലക്ഷം ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും ഒത്തിരി നന്ദി ഉണ്ടല്ലേ എല്ലാവർക്കും. അതെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി ഇതാ നമ്മുടെ ബട്ടൺ. എന്തുവാണ് അത്? കൺഗ്രാജുലേഷൻസ്. പൊട്ടിക്ക്, വെളിയിലെടുക്ക്. നമ്മുടെ സിൽവർ ബട്ടൺ ഗൈസ്.
എടി ക്യാമറ കാണിക്കടി. ഇത് കണ്ടോ? അതെ, നിങ്ങൾക്ക് കിട്ടിയോ സിൽവർ ബട്ടൺ? നമുക്കാണ് ഗൈസ്. ഇവൻ ഏതാ? ഇവൻ ഈ പരിസരത്തൊന്നും കണ്ടു. ഇവനല്ല, ഇവളാ. ഇത് ഏതാ? എനിക്കറിയാം. നമുക്ക് സിൽവർ ബട്ടൺ യദു ജ്യോതിക കണ്ടോ ഗൈസ്, ഞങ്ങളുടെ പേര്. ഇത് വെള്ളിയൊന്നും അല്ല, സിൽവർ ബട്ടൺ പേരേ ഉള്ളൂ. അല്ലേ, എന്തുവാ സിൽവർ ബട്ടൺ. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ ഒന്ന് ആഘോഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗോൾഡൻ ബട്ടൺ കിട്ടണം. അതാണ് നമ്മുടെ അടുത്തല്ലേ. അല്ല, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഏതാണ്ട് 55 60% 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നാ പറയുന്നത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 50 രൂപയുടെ മുട്ടായി 100 രൂപയുടെ മുട്ടായി ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഞാൻ തന്നെ തിന്നു. എന്നിട്ട് അമ്മ അത് കാത്തുവിനും കൊടുത്ത് വിട്ടു. എല്ലാവരുടെ സന്തോഷമാണല്ലോ നമുക്ക് മേടിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് മുട്ടായി നിനക്കല്ല, ഞങ്ങളുടെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കൊടുത്തു. ഞങ്ങൾ തന്നെ കഴിക്കും ഗൈസ്. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, അല്ല, വഴിയിൽ കൂടെ പോകുന്ന എല്ലാവർക്കും നമ്മൾ ആരെ കാണുന്നു അവർക്ക് എല്ലാവർക്കും നമ്മൾ മുട്ടായി വിതരണം ചെയ്യുന്നു. എന്നിട്ട് നമ്മളെ സിൽവർ പ്ലേ ബട്ടണും കാണിക്കുന്നു. എന്നിട്ട് യൂട്യൂബിൽ ഞങ്ങളെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് പ്ലേ ബട്ടൺ കാണിക്കും. എന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് പിടിച്ച് സബ്സ്ക്രൈബും ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. വഴിയിൽ ആള് വരുന്നത് നോക്കിയിരുന്ന അവക്ക് കാവലായി പട്ടിക്കുഞ്ഞ് മാത്രം. ആ മുട്ടായി ഒരെണ്ണം കൊടുക്കാനായിട്ട് അത് നോക്കിയിരിക്കുക. അങ്ങനെ നമുക്ക് റോഡിൽ കാണുന്നവർക്ക് എല്ലാം നമ്മൾ മുട്ടായി കൊടുക്കും എന്നുള്ള ഇതിൽ നമ്മളൊരു അമ്മച്ചിയെ കണ്ടിരിക്കുകയാണ്. അമ്മച്ചിക്ക് നമ്മൾ മുട്ടായി കൊടുക്കുകയാണ്. പക്ഷെ സത്യത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന? യൂട്യൂബിൽ നിന്ന്. എനിക്ക് നന്നായി വരട്ടെ, നന്നായി വരട്ടെ. അവിടെ നിൽക്കേ പോവല്ലേ. ഞാനും പറഞ്ഞു. നിങ്ങൾ എല്ലാരും കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സിൽവർ ബട്ടൺ കിട്ടി. വെളിയിൽ നടത്തിയിട്ട് പോയി ഗൈസ്. ഞാൻ പാവം, ഞാൻ എല്ലാവർക്കും മുട്ടായി കൊടുത്തിട്ട് എന്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. നമുക്ക് മൈക്ക് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ബിനോയ് സാറിന്റെ ഇടയ്ക്കൊക്കെ പോയപ്പോൾ മൈക്ക് ഇല്ലാത്തതിൻ്റെ ആയിട്ടുള്ള സൗണ്ട് പ്രശ്നമുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ അങ്ങോട്ട് സിൽവർ ബട്ടൺ കാണിച്ച് എല്ലാവർക്കും നമ്മൾ മുട്ടായി വിതരണം ചെയ്യാൻ പോവാണ് ഗൈസ്. ഇത് സിൽവർ ആയിരുന്നെങ്കിൽ ഞങ്ങക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയോട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്യണം കേട്ടോ. എടി ആ ചേച്ചിയുടെ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ചേച്ചിയോട് ചോദിക്കണ്ട. ഇടി അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ? ലാസ്റ്റ് നീ വിളിക്കും വണ്ടിയില്. അവരെന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. അങ്ങനെ കേറി നിക്കും. സിൽവർ ബട്ടൺ ഒക്കെ കിട്ടി ഗൈസ്. സിൽവർ ബട്ടൺ കിട്ടി ഗൈസ് എന്ന് ആരടുത്ത ആളോടോ? ഇടി അങ്ങനല്ല, നേരെ മുന്നിൽ കയറി നിക്കണം. നേരെ മുന്നിൽ കയറി നിന്നിട്ട് എല്ലാം പറിച്ചിട്ട് മറ്റേ നില്ല് അയ്യോ അങ്ങ് പോയി നിക്കല്ലേ, ഞാൻ അങ്ങോട്ട് വരണ്ടേ? കണ്ടോ, ഞങ്ങക്ക് സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ അറിയാവോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കാണിച്ചേ. അമ്മ ചെയ്തിട്ടില്ല. പിന്നെ വയ്യഞ്ച് മൊമെന്റ്സ് ചെയ്യണം കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടനും ചെയ്യണം. അല്ല ശരി, ഓക്കെ ബൈ. ഇന്ന് തകർക്കെന്ന് പറയുന്നത് ഞങ്ങക്ക് യൂട്യൂബിനകത്ത് സിൽവർ ബട്ടൺ കിട്ടി. അടുത്ത ആള് വരുന്നുണ്ട് ഗൈസ്. ജ്യോതികയെ തടഞ്ഞു നിർത്താനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പാഞ്ഞു വരുന്നു. ഞങ്ങളെ അറിയാവോ? ഞങ്ങക്ക് സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? ഇല്ല, ചെയ്തിട്ടില്ല, അറിയത്തില്ലെന്നാ പറഞ്ഞത്. ചെയ്യണം. വയ്യാൻജെ മൊമെന്റ്സ് എന്നാ പേര്. വയ്യാൻജെ മൊമെന്റ്സ് എന്നാ പേര്. ചെയ്യണം.
ഞങ്ങളെ യൂട്യൂബിനകത്ത് സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു മുട്ടായി തരാൻ വേണ്ടി. സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത്. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ. ഞങ്ങളെ അറിയോ? ഞങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ചാനല് യൂട്യൂബിനകത്ത് വയ്യാഞ്ചെ മൊമെന്റ്സ് ഒന്ന് നോക്കാം. ഒന്ന് നിക്കോ രണ്ടുപേരും? എടാ നീ അവിടെ കൊണ്ട് എന്തോ നിർത്താ നിർത്തിയത്? ഞങ്ങക്ക് യൂട്യൂബിനകത്ത് സിൽവർ ബട്ടൺ ഞങ്ങളെ അറിയോ? നന്നായി. അതിന്റെ സന്തോഷം. അപ്പൊ വയ്യാഞ്ചെ മൊമെന്റ്സ് ആണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. ഞങ്ങക്ക് പ്ലേ ബട്ടൺ. പിള്ളേരെ കണ്ടപ്പോ ഞാനാ വരണ്ടു പോയത്. അവന്റെ നോട്ടം, ചെറിയ കൊച്ചന്റെ നോട്ടം കണ്ടിട്ടെ ഞാനൊരുമാതിരി പിള്ളേരെ പിടുത്തക്കാരിയെ പോലെ ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ചു, ഒറ്റ മനുഷ്യർക്ക് അറിയത്തില്ല. നീ ഒന്ന് തിരിച്ചേ. എന്താ? ഞാൻ 2-3 ദിവസം മുന്നേ മഹാലക്ഷ്മി പോയിട്ടുണ്ടായിരുന്നു. ജനപ്പെരുപ്പമായിരുന്നു. ജനപ്പെരുപ്പം കണ്ടിട്ട് മോളെ അറിയാം, പ്രാർത്ഥനയുണ്ട്, സ്നേഹിക്കുന്നുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇവിടെ വന്ന് കൈ ലിഫ്റ്റ് ചോദിക്കുന്നത് നിർത്തണം. ഞങ്ങക്ക് യൂട്യൂബിനകത്ത് സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ആണോ? ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനല്. ഉള്ളതാണോ? സത്യമാണോ? ആ ഓക്കെ. സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് കണ്ടറിയാവോ? ആണോ? ഓക്കെ, താങ്ക് യു. യൂട്യൂബ് എടുത്തോളൂ. ഞങ്ങളെ അറിയോ? അറിയത്തില്ല. ഞങ്ങൾ വയ്യാഞ്ചെ മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉള്ളതാ. ഞങ്ങക്ക് സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തേക്കാവോ? ചെയ്യണം. വയ്യാഞ്ചെ മൊമെന്റ്സ് നമ്മുടെ ഡെഡിക്കേഷൻ ആലോചിക്കണം. നമ്മുടെ അല്ലേ എന്റെ? അതല്ലെന്ന്, നമ്മള് വീട്ടുകാരെ പോലും കാണിച്ചില്ല. അതെ, നാട്ടുകാരെ കാണിക്കാനാണ് നമുക്കിഷ്ടം. പക്ഷെ നാട്ടുകാരെ നാട്ടുകാർക്ക് നമ്മളൊരു വിലയില്ല. നാട്ടുകാർക്ക് ആരും നമ്മളെ ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗത്തുള്ളവരാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എല്ലാരും ഇഷ്ടപ്പെടണം. അടുത്ത ആൾക്കാർ വരുന്നുണ്ട്. ചീത്ത വിളിച്ചില്ലേ കൊള്ളാം. അണ്ണാ കൊഞ്ചം നിർത്തുമെങ്കിലാ അണ്ണാ. ഞങ്ങൾ നിങ്ങളെ എടുത്തു. ഞങ്ങളെ യൂട്യൂബിനകത്ത് മറ്റേ സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷം ഇതേ ഉള്ളൂ. ഉണങ്ങുമുണ്ടായെന്ന്. ഇതാണ് ഞങ്ങളുടെ ചിറ്റ. ഞുണുക്ക് മുട്ടായുള്ളോന്ന്. നുണുക്ക് മുട്ടായി വാങ്ങിക്കാൻ പെട്ട പാടി ഞങ്ങൾക്കറിയാം. എന്തൊരു നാടാ നോക്കി. ക്യാമറ വരെ ഇപ്പൊ ചിറ്റാരാ പറയാ. അത് ഉണ്ണിക്കുട്ടനാ. ചേട്ടാ സിൽവർ ബട്ടൺ കിട്ടിയേ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെന്ന് ചാനൽ ചെക്ക് ചെയ്തേടി. ഞങ്ങളെ അറിയോ? അറിയത്തില്ല. നിന്റെ അപ്പൂപ്പൻ അവിടെ പിടി. മുട്ടായി പോക്കറ്റ് ഇട്ടു എനിക്ക് തന്നാ മതി. അങ്ങനെ നമുക്ക് നമ്മളുടെ കുക്കിംഗ് പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. കുക്കിംഗ് പരിപാടിയിലേക്ക് ഫസ്റ്റ് മസാലകളെല്ലാം നമ്മൾ എടുത്തു വെക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞങ്ങളുടേത് മാത്രമാണ്. ഇത് മറ്റാരുടെയെങ്കിലും ആണെങ്കിൽ തികച്ചും എന്താ ഇനി പറഞ്ഞത്, യാദർശികം മാത്രമാണ്. ഇത് ഞങ്ങൾ യൂട്യൂബിൽ ഫിറോസിക്കയുടെ റെസിപ്പി നോക്കിയിട്ടില്ല. സ്പെഷ്യൽ റെസിപ്പിയാണ്. 6 സ്പൂൺ, നമുക്ക് 3 കോഴി വാങ്ങിച്ചുകൊണ്ട് 6 സ്പൂൺ മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, മസാല ഇട്ടു. ഉപ്പിട്ടു. ഗരം മസാല ഇട്ടു.
പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാനല്ലേ പറയുന്നത്, നീ ആയതുകൊണ്ട് എനിക്ക് വിശ്വാസം. ഒരു പ്രശ്നമില്ല. ഫിറോസിക്കയുടെ വീഡിയോ നമ്മളോട് നമ്മളാരുടെയും കോപ്പിയൊന്നുമല്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഇക്ക ഇഷ്ടം പോലെ ഇടുന്നുണ്ട്, അപ്പൊ നമ്മളും ഇടുക. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ. തൈര് നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ മയോണൈസ് ഉണ്ടാക്കണം. അയ്യോ, അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ തിരി കൊളുത്തിയിരിക്കുകയാണ്. ഇതെന്താവുന്നൊരു പിടുത്തമില്ല, നമുക്കിനി കണ്ടറിയാം. ജ്യോതികാച്ച ഇവിടെ ഹാജരായിട്ടുണ്ട് ഗൈസ്, ജീവൻ കൃഷ്ണയും ഹാജരായിട്ടുണ്ട്. നമ്മൾ ലൈറ്റൊക്കെ സെറ്റാക്കി സെറ്റ് കൂടുതൽ മാഗ്നറ്റ് ഒക്കെ അല്ല, ഇവളെ എന്നെ നശിപ്പിച്ചത് ആണ്. ഇന്ന് നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണണം ഗൈസ്. അല്ല യൂട്യൂബിനകത്ത് ഷോർട്സ് എന്ത് നോക്കുന്നേ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പൊട്ട ആണോ? ഞാൻ നോക്കുവാണ്. നമ്മളിതിലൊന്നും ഇല്ല, ഇവരെല്ലാം ഹാൻഡിൽ ചെയ്തോളൂ. വേണ്ട, മെയിനായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നു. അങ്ങേരെ തീ പിടിപ്പിക്കുന്നോ? അങ്ങേർക്ക് ഉണ്ടാക്കാൻ അറിയാം, തീ പിടിപ്പിക്കാൻ അറിയത്തില്ലെന്ന്. ഇവിടെ ആഴി പൂജയാണ് ഗൈസ്, ആഴി പൂജ. ഇവിടെ മെയിൻ ഷെഫ് ഇരിക്കുന്നതുണ്ടോ? എല്ലാം ഞാൻ ഏറ്റ്, എല്ലാം ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ ഏറ്റല്ല, ഇവിടെ വന്നിരിക്കുക. സുണ്ണിക്കുട്ടൻ അതികഠിനമായി കനൽ എരിയിക്കാൻ നോക്കിക്കൊണ്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ലൈറ്റിന്റെ അകത്ത് പുക കയറുമെന്ന് എനിക്കൊരു പേടി. ഇതെന്തോ വാള ഇതടാ. എടാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. എടാ ഇതെന്തോ പാടാ ഇത്. ഇന്നത്തെ പരിപാടി പ്രമാണിച്ച് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വെറും 500 രൂപ ഉള്ളൂ. നല്ല കൂറ സാധനമാണ്. നമ്മൾ എക്സ്ട്രാ ക്ലിപ്പൊക്കെ ഇടേണ്ടി വന്നു. ഇച്ചിരി രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റും. ഇവിടെ 10-12 പേരുള്ള അങ്ങനെ നമ്മള് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് പീസ് വെച്ച് തുടങ്ങുവാണ്. ഇതിലെ കൂടെ പേര് കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. സെക്കൻഡ് പീസ് വെച്ചിരിക്കുകയാണ്. കനലിലൊന്ന് തൊട്ട് നോക്കിയാ ചൂടുണ്ടോന്ന്. ഏകദേശം നമുക്കിപ്പോ എത്ര പീസ് ഉണ്ട്? ഗൈസ് 12 പീസ് ഉണ്ട് നമുക്ക്. 2 4 2 4 6 8 9 രാജീവ്ക്കാരനെ ജ്യോതിക്കാരനെ കൂട്ടിയത് 2 4 6 8 9. നമുക്കിത് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഉണ്ടോ വെട്ടത്തിനടുത്ത് നമ്മൾ മറിഞ്ഞു പോകും. നമുക്ക് ആവുന്നിടം വരെ വെയിറ്റ്. പഞ്ചസാര എന്തിനാ അറിയാമോ? മറ്റേ ഇപ്പൊ വെക്കുന്നല്ലേ, കാരണം ഇതിപ്പോ ഈ സാധനം തിരിച്ചിടുമ്പോഴത്തേക്ക് ആ മുരിഞ്ഞ പാവുണ്ടല്ലോ, അകത്തോട്ട് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത സാധനം ഇങ്ങനെ മിക്സ് ചെയ്ത് നീയല്ലേ പറഞ്ഞത്, അപ്പൊ ഞാൻ കാണിക്കട്ടെ. പറ. വാ കണ്ടോ, അത് പറയാൻ പോയി. തിരിച്ചിടും, തിരിച്ചെങ്ങനെ ഇടും? ഓ ഏകദേശം കരിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കരിഞ്ഞു ഗൈസ്, കരിഞ്ഞു. സക്സസ്ഫുള്ളി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു. കരിഞ്ഞിരിക്കുന്ന സാധനം പിടിക്കുവാണ്. എന്ത് റെസിപ്പിയാണെന്ന് അറിയത്തില്ല, വേറെ റെസിപ്പി എന്തോ.
ബട്ടറൊക്കെ തേച്ച് വേറെ ഇത് എക്സ്ട്രാ കരിയിക്കാനുള്ള എന്താ എടാ അവനെക്കോട്ടാ, നീ അങ്ങനെ ഉണ്ടായി അങ്ങനൊന്നും പറയരുത് ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ പറയത്തില്ല, ഞാൻ അങ്ങനെ ഇതൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനൊന്നും പറയരുത്. നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോ അതിൽ അത് പോസിറ്റീവ് കിടിലമായിരിക്കും. ഇപ്പാണ്ട് ഇത്ര ആയപ്പോ അത് ക്രിസ്പി ആയില്ലേ. നമുക്ക് ഇപ്പൊ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. കാണുമ്പോൾ കഴിക്കാനുള്ള മൂടൊക്കെ തോന്നും. അവനവൻ്റെ അമ്മായിയമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയമ്മയോടുള്ള സ്നേഹം ഇട്ട് നോക്കി വായി വെച്ചിട്ട് വെന്തുന്ന് മനസ്സിലാക്കി. ഇത്ര സ്കിൽഡ് പേഴ്സണാ. സ്റ്റെപ്പ് കഴിഞ്ഞ് അല്ല അങ്ങനെ നമ്മൾ അതിസാഹസികമായി സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. കാസ്ട്രോൾ ഉണ്ട് അമ്മേ. ഇവള് മോഷ്ടിച്ച് തിന്നാൻ നോക്കുക ഗൈസ്. നീ എന്താടി മോഷ്ടിച്ച് തിന്നുന്നേ? കണ്ടോ? നമ്മുടെ അത്രയും കൂടെ ബാക്കിയുണ്ട്. അതുകൂടെ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വരാം ഗൈസ്. അമ്മ എത്തിയിരിക്കുകയാണ്. അച്ഛൻ എത്തിയിരിക്കുന്നു. ജ്യോതി പിയർ താണ്ട് ദൂരേന്ന് നടന്നു വരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ എല്ലാ സാധനവും കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഒനിയൻ കയറ്റി മാറടി. നെക്സ്റ്റ് നമ്മുടെ ഒനിയൻ അടുപ്പിൽ വെച്ചു. ഒനിയൻ ജസ്റ്റ് ഒന്ന് എടാ ഇതെന്ത് ചെയ്യാനാ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഞങ്ങളുടെ മാത്രം റെസിപ്പിയാണ്. ഫിറോസിക്കയുടെ റെസിപ്പി ഞങ്ങൾ മാറ്റി. ഇന്നത്തെ കുക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്, ടയേർഡായത് കയ്യില് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ വെള്ള പാട് കണ്ടോ? അതെല്ലാം മോഷണം പോയേക്കുന്ന കുറുന്ന ഇതേന്റെ ഇവിടെ ഇരുന്ന് തിന്നുന്നത്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാൻ നമ്മൾ എല്ലാരും വാ. ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. നമുക്ക് ചെറിയൊരു പീസ് ചപ്പാത്തി എടുത്ത് ഒരു ഇച്ചിരി ചിക്കനും എടുത്ത് ചിക്കനും കൊടുത്ത് വെച്ച് ഇച്ചിരി മയോണൈസും കൂടെ മുക്കി സൂപ്പർ, അടിപൊളി സൂപ്പർ സാധനം. അത് നമ്മൾ കഴിച്ചിട്ടില്ല. എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട്. എല്ലാവരും കഴിക്കുകയാണ്. ജ്യോതിരാജ ഇവിടെ ഒളിഞ്ഞും പാത്തു വരുന്ന കഴിക്കുന്നത്. കൂട്ടിൽ താണ്ട് വിട്ടിരിപ്പുണ്ട്. എല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. ഇപ്പം ഇവനാ കേക്ക് ഓർഡർ ചെയ്തപ്പം ഞാൻ ആ പുള്ളിയോട് പ്രത്യേകം പറഞ്ഞു 100K എന്ന് എഴുതണമെന്ന്. പക്ഷെ ആ ചേട്ടൻ താങ്ക് യു കെ എന്ന് എഴുതിയുള്ളൂ. 100 എഴുതാൻ വിട്ടുപോയി. വീട്ടിൽ 6 പേരില്ല കെ വെച്ച്. ഇത് കെ ഫാമിലി, താങ്ക് യു കെ ഫാമിലി. അപ്പൊ 100K പേന കൊണ്ട് എഴുതി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുത്തിവെക്ക് മൂലയ്ക്ക് തന്നെ ഉണ്ട്. കുത്തിവെച്ച് വൃത്തിയില്ലാത്തവര്. അതാ അങ്ങോട്ടാ വൃത്തി. ആണോ? വായിക്കല്ലേ ചുമ്മാ പേരിന് ഇടയ്ക്ക് വായിക്കേ. പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു. വായിക്കും എല്ലാരും വായിക്കണം. ഇത് യൂട്യൂബിന്റെ ആരോ ഒപ്പിട്ടതാണ്. ഏതോ ജ്യോതികാന്ന് എഴുതിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് നമ്മുടെ സിൽവർ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കുറെ നാളുകൾക്ക് മുന്നേ കിട്ടിയതാണ്. കുറച്ച് നാളായി നമ്മുടെ കുറച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് വീഡിയോ എടുത്ത് ഇതിൻ്റെതായിട്ട് ഒരെണ്ണം വിടാൻ പറ്റിയിരുന്നില്ല. ഇത് ഇച്ചിരി വലുതായിരുന്നു.
കൊള്ളാ അഭിനയിച്ചു അഭിനയിച്ചു അഭിനയിച്ചു. ആദ്യമായിട്ട് ഒരു പ്ലേ ബട്ടൺ കൈകൊണ്ട് കൊടുക്കുന്നു. എത്ര അഭിനയിക്കണ്ടായിരുന്നു. കൈ കൊണ്ട് കുറച്ച് പിടിക്കുന്നു. ആ ഇതെന്തുവാ സവാള അരിയ സൂപ്പറാണ്. അല്ല സവാള അരിയ സൂപ്പറാണാ നീ. ആ ഇതാണ് നമ്മുടെ നാരായണമാമനാണ്. താടി മൊത്തം നരയാണ്, അത് ഡയറ്റ് ചെയ്യുന്ന അങ്ങനൊന്നല്ല. അതെ, പ്രായം ഒത്തിരി ഉണ്ട്. കറക്റ്റാണെന്ന് പറഞ്ഞത്. കൊള്ളാവോ? സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അംഗീകാരം മേടിച്ചത് ഏറെ നിങ്ങളെ എല്ലാവരെയും ബഹുമാനിക്കുന്നു. എല്ലാരും പിരിയുകയാണ്. ഉറങ്ങാൻ പോകണം. അപ്പൊ എന്തൊക്കെയുള്ള ഗൈസ്, അപ്പൊ നമ്മുടെ ദിവസം പോയി. നല്ല ദിവസം കഴിച്ചു. അപ്പൊ അത്രയൊക്കെ പറഞ്ഞോണ്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. നമ്മളെ ഇനി ഗോൾഡൻ ബട്ടണിന്റെ കിട്ടിയിട്ട് വരാം. അപ്പൊ അതിന് ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്.